ശ്രീ ഭഗവാൻ പരമശിവന്റെ വഴിപാടുകളും ഗുണങ്ങളും. ശിവഭഗവാനെ കളഭം ചാർത്തിയാൽ രോഗശമനമാണ് ഫലം. ജ്ഞാനലബ്ധിക്കായി ശിവന്റെ ദക്ഷിണാമൂർത്തി ഭാവത്തെയാണ് ആരാധിക്കേണ്ടത്. പാൽ നടക്കൽ വയ്ക്കുന്നത് ജ്ഞാനലബ്ധിക്ക് വേണ്ടിയാണ്. ആയുർദോഷശാന്തിക്കായി ശിവന്റെ മൃത്യുഞ്ജയമൂർത്തി, കാലസംഹാരമൂർത്തി ഭാവങ്ങളെയാണ് ആരാധിക്കേണ്ടത്. കൈവിഷശാന്തിക്കായി ശിവന്റെ നീലകണ്ഠമൂർത്തി ഭാവത്തെയാണ് ആരാധിക്കേണ്ടത്. രോഗശാന്തിക്കായി ശിവന്റെ വൈദ്യനാഥമൂർത്തി, ദക്ഷിണാമൂർത്തി ഭാവങ്ങളെയാണ് ആരാധിക്കേണ്ടത്. ശിവഭഗവാന്റെ ഇഷ്ട വഴിപാടുകളും ഫലങ്ങളും. രുദ്രസൂക്ത പുഷ്പാഞ്ജലി ആഗ്രഹ സാഫല്യത്തിന്, ആയുർസൂക്ത പുഷ്പാഞ്ജലി ആയുർബലത്തിന്, മൃത്യുഞ്ജയ ഹോമം രോഗശാന്തിക്കും ആരോഗ്യലബ്ധിക്കും, ഉമാമഹേശ്വര പൂജ വിവാഹം നടക്കാൻ, കർഗഹോമം കുട്ടികളുടെ ദീർഘായുസ്സിനു വേണ്ടി, കൂവളമാല ചാർത്തൽ ആഗ്രഹ സാഫല്യം, പിന്നെ ധാരകൾ അഭിഷേകങ്ങൾ. വ്യത്യസ്ത ധാരകളും ഫലങ്ങളും. ക്ഷീരധാര കാര്യവിജയത്തിന്, ഘൃതധാര സർവേശ്വര സമൃദ്ധി, ഇളനീർധാര മനഃശാന്തി പാപമുക്തി, പഞ്ചഗവ്യധാര പൂർവജന്മ ദുരിതശാന്തി, തേൻധാര ശാപദോഷശാന്തി, എണ്ണധാര രോഗശാന്തിക്ക്, ജലധാര പാപശാന്തിക്കും കാര്യവിജയത്തിനും, അഷ്ടഗന്ധ ജലധാര ശത്രുദോഷത്തിന്. ശിവാഭിഷേക ഫലം. കറുകനീരിനാൽ നഷ്ടമായ വസ്തുക്കൾ ലഭിക്കും. പശുവിൻ പാലിനാൽ സകല സൗഭാഗ്യവും. തൈരാഭിഷേകം ശരീരാരോഗ്യം. നെയ്യഭിഷേകം ഐശ്വര്യം പെരുകും. തേനഭിഷേകം ദേഹപുഷ്ടി. ശർക്കരയാൽ ദുഃഖങ്ങൾ അകലും. പുഷ്പാഭിഷേകം ഭൂലോക പാപം തീരും. ഇളനീരഭിഷേകം സകല സമ്പത്തും വന്നു ചേരും. രുദ്രാഭിഷേകം ആനന്ദ ജീവിതം. ചന്ദനത്താൽ പുത്രലാഭം. ശുദ്ധജലത്താൽ നഷ്ടപ്പെട്ടത് നേടും. വില്വാഭിഷേകം ഭോഗഭാഗ്യം. അന്നാഭിഷേകം അധികാരവും ദീർഘായുസ്സും. മഞ്ഞളഭിഷേകം ശത്രുശല്യം തീരും. മഞ്ഞൾ നീരിനാൽ മംഗളം ഉണ്ടാകും. ശിവദർശന ഫലങ്ങൾ. രാവിലെ ധർമ്മചിന്തകൾ വളരും. ഉച്ചയ്ക്ക് സമൃദ്ധി ഉണ്ടാകും. വൈകിട്ട് ഇഷ്ടകാര്യസിദ്ധി. രാത്രി ജ്ഞാനസിദ്ധി. പ്രദോഷം മുക്തി.